പ്രോഗ്രാം ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് വെച്ചപ്പോൾ താല്പര്യമുണ്ടെന്ന് പറഞ്ഞ് ഇങ്ങനെ നേരെ നിൽക്കുകയാണ്. എന്താണ് സംഭവം ഒന്നും ആർക്കും അറിയത്തില്ല കേട്ടോ. ഏറ്റവും കൂടുതൽ പുക അടിക്കുന്ന ഇംഗ്ലീഷ് അക്ഷരം ഏതാണ്? ഇതൊരു ബുക്കാണ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് വരുമ്പോൾ നമ്മൾ അതിനകത്ത് നോക്കും. നല്ലൊരു ക്ലാപ്പ് കൊടുക്കും. വൈഫ് മാത്രം ക്ലാപ്പ് ചെയ്യണം. സൗണ്ട് വരണില്ല. പക്ഷേ ഇഞ്ചോടിഞ്ചിൻ്റെ ക്രിസ്മസ് ന്യൂ ഇയർ സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് അവർക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാമിൻ്റെ മത്സരാർത്ഥികളെ നമുക്കൊന്ന് പരിചയപ്പെടാം. എന്താ പേര്? അശ്വതി. എവിടെ സ്ഥലം? ചെമ്പഴന്തി. എന്ത് ചെയ്യുന്നു? ഇപ്പോൾ വർക്ക് ചെയ്യുന്നു? ഹൗസ് വൈഫാ. അനന്തു. എന്ത് ചെയ്യുന്നു? ബിസിനസ്സാണ്. ആദ്യത്തെ പഠിക്കുകയാണ്. അളിയനാണോ? അല്ലല്ല, അനിയനാണ്. ഇത് മോളുടെ പേരെന്താ? അനന്തിത. അനന്തിത. നല്ല പേര് കേട്ടോ. ഏത് ക്ലാസ്സിലാ? രണ്ടില്. ഞാനും ഉദ്ദേശിച്ചായിരുന്നു 2ാം ക്ലാസ്സിലായിരിക്കും മിക്കവാറും. അപ്പോൾ എന്താണ് പ്രോഗ്രാം എന്നതിനെ കുറിച്ചൊന്ന് പരിചയപ്പെടുത്താം. ഒന്നും അറിയത്തില്ല. ജസ്റ്റ് പ്രോഗ്രാം ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് വെച്ചപ്പോൾ താല്പര്യമുണ്ടെന്ന് പറഞ്ഞ് ഇങ്ങനെ നേരെ നിൽക്കുകയാണ്. എന്താണ് സംഭവം ഒന്നും ആർക്കും അറിയത്തില്ല കേട്ടോ. ഓക്കെ, 10 രസകരമായ കുസൃതി ചോദ്യങ്ങൾ ചോദിക്കും. അതിന് ആൻസർ പറയുക. പിന്നെ 20 സെക്കൻഡിനുള്ളിൽ അറിയാവുന്ന ആൻസർ പറയാൻ ശ്രമിക്കുക. കൂടുതൽ ആരാണോ പറയുന്നത് അവരാണ് വിജയി. ഇത്രയേ ഉള്ളൂ സംഭവം. പേടിക്കാനൊന്നുമില്ല. അപ്പോൾ ഞാൻ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, 1000കണക്കിന് വാക്കുകളുള്ള 10 അക്ഷരമുള്ള ഇംഗ്ലീഷ് വാക്ക് ഏതാണ്? 1000കണക്കിന് വാക്കുകൾ അതിനകത്തുണ്ട്. ഇതൊരു ബുക്കാണ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് വരുമ്പോൾ നമ്മൾ അതിനകത്ത് നോക്കും. ഡിക്ഷണറി. യെസ്, കറക്റ്റ് ആൻസറാണ്. ഓക്കെ, നല്ലൊരു ക്ലാപ്പ് കൊടുക്കും. വൈഫ് മാത്രം ക്ലാപ്പ് ചെയ്യണം. സൗണ്ട് വരണില്ല. പക്ഷേ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 2 ഇംഗ്ലീഷ് അക്ഷരങ്ങൾ ഒന്നിച്ചാൽ ആരോഗ്യത്തിന് ഹാനികരമാണ്. ഏതാണ് ആ ഇംഗ്ലീഷ് അക്ഷരങ്ങൾ? 2 ഇംഗ്ലീഷ് അക്ഷരങ്ങൾ ഒന്നിച്ചാൽ ആരോഗ്യത്തിന് ഹാനികരം. നമ്മൾ ഈ തിയേറ്ററിലൊക്കെ സിനിമ കാണാൻ പോകുമ്പോഴത്തേക്ക് ഇംഗ്ലീഷ് അക്ഷരങ്ങൾ പറയണം. അതുപോലത്തെ സംഭവം തന്നെയാണ് ആ ഇംഗ്ലീഷ് അക്ഷരം. 2 അക്ഷരങ്ങൾ ഒന്നിക്കുമ്പോൾ 2 ഇംഗ്ലീഷ് അക്ഷരങ്ങൾ ഇങ്ങനെ ഒന്നിക്കുമ്പോൾ ആരോഗ്യത്തിന് ഹാനികരമാണ്. ഏതാണ് അക്ഷരങ്ങൾ? ABCDEF. അതിൻ്റെ ഇടയിലുണ്ട് 2 അക്ഷരങ്ങൾ. BD. യെസ്, കറക്റ്റ് ആൻസർ. അപ്പോൾ അടുത്ത ക്വസ്റ്റിൻ്റെ ആൻസർ വൈഫ് പറഞ്ഞു. അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. പുരുഷന്മാർ സ്ത്രീകളെ വിളിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഇംഗ്ലീഷ് വാക്കുണ്ട്. ഡി. എപ്പോഴും വിളിക്കാറുണ്ടല്ലോ. അപ്പോൾ അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. ഏറ്റവും കൂടുതൽ, എല്ലാ ഇംഗ്ലീഷ് അക്ഷരങ്ങളാണല്ലോ, ഏറ്റവും കൂടുതൽ പുക അടിക്കുന്ന ഇംഗ്ലീഷ് അക്ഷരം ഏതാണ്? ABCDEF. അതിനകത്തുണ്ട്. ഏറ്റവും കൂടുതൽ പുക അടിക്കുന്ന കാരണം ബീഡിയുടെ ഇടയിലിരിക്കുന്നത് എങ്ങനെ മനസ്സിലായി? നേരത്തെ അറിയായിരുന്നു. നേരത്തെ ബീഡി പറഞ്ഞപ്പോ ഇതിപ്പോ കിട്ടി. നേരത്തെ ബീഡി പറഞ്ഞിട്ട് കിട്ടിയോ? അപ്പോൾ എത്ര? 2 ക്വസ്റ്റിന്റെ ആൻസർ ഇവിടെയായി. അപ്പോൾ ഇഞ്ചോടിഞ്ച് പോരട്ടെ. ഭാര്യ പുറത്തോ അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുക്കില്ല. വീട്ടിലെ പോലെ തന്നെയാണ്. അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. ഒഴുകാൻ കഴിയുന്ന അക്കം ഏതാണ്? നമ്പറാണിത്. 1 to 10 വരെ. 6. യെസ്, കറക്റ്റാണ്. കുസൃതി ചോദ്യങ്ങളൊക്കെ അറിയാല്ലേ? കേട്ടിട്ടുണ്ട്. സ്ക്രോൾ ചെയ്ത് പോയി ഇതൊക്കെ കണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ. ഹൗസ് വൈഫ് എന്നല്ലേ പറഞ്ഞു? അറിയാമില്ലല്ലോ എനിക്ക്. അടുത്ത ക്വസ്റ്റ്യൻ. ഷർട്ടിൽ ചായ വീണാൽ എന്താകും? ചേട്ടൻ പറയുന്നു. ഷർട്ടിൽ ചായ വീണാൽ എന്താകും? എന്താണ് വീഴുന്നത്? ടീയാണ് വീഴുന്നത്. ഷർട്ടിലാണ് വീഴുന്നത്. ഷർട്ട് എന്താ? ടീഷർട്ട്. കണ്ട, ചേട്ടൻ പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഈ കണക്ക് പുസ്തകമല്ലേ ഒരിക്കലും ഹാപ്പി ആകാറില്ല. കാരണം എന്ത്? അതിൽ നിറയെ തെറ്റുകളാണ്. അതിൽ നിറയെ ഒരു സാധനമുണ്ട്. അതുകൊണ്ടാണ് കണക്ക് പുസ്തകം ഹാപ്പി ആവാത്തത്. നമുക്കും ആ ഒരു സാധനം ഉണ്ടാവും, നമ്മൾ ഹാപ്പി ആവാറില്ല. ഒരുപാട് മെത്തേഡല്ല. ആൻസർ പ്രോബ്ലംസ്. യെസ്. ഓ, ബുദ്ധിമതി എന്ന് വെച്ചാൽ ബുദ്ധിമതി. ആരൊക്കെ പറയാത്ത ആൻസറാണ് കേട്ടോ. എത്ര ക്വസ്റ്റിന്റെ ആൻസറായി? 4. 2. ഇപ്പൊ 2 തന്നെ കിടക്കുകയാണ്. ഇഞ്ചോടിച്ച് പോരാട്ടായിട്ട് ഇരിക്കുകയാണ്. ഓ, എന്റേതും താഴ്ന്ന എടുത്തു പറഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ. ഈ കലണ്ടറിന് എപ്പോഴും വരുന്ന ഒരു അസുഖമുണ്ട്. എന്താണ്? എല്ലാ മാസവും മന്ത്. യെസ്. അപ്പോൾ വിജയ് നമ്മൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഞാൻ 2 ക്വസ്റ്റ്യൻ മാത്രമേ ബാക്കി. ആ ക്വസ്റ്റ്യനിലേക്ക് പോകാം. മുന്നിൽ വാലുള്ള ജീവി ഏത്? മുന്നിൽ വാലുള്ള ജീവി. ആദ്യമൊക്കെ ഇത് നീന്തി കളിക്കും, പിന്നെ ചാടി ചാടി നടക്കും. വാൽമാക്രി. വല്ല PSC ആണോ വിട്ടായിപ്പോ ജോലി? യാതൊരു ബന്ധവുമില്ല. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം.
ലോകത്തിലെ ശക്തിശാലിയായ ഒരാൾക്ക് പോലും പിടിച്ചു നിർത്താൻ പറ്റാത്ത ഭാരമില്ലാത്ത വസ്തു ഏത്? എത്ര ശക്തിശാലിയാണെന്ന് പറഞ്ഞാൽ ഈ ഒരു സാധനം മാത്രം പിടിച്ചു നിർത്താൻ പറ്റത്തില്ല. ഈ ഒരു സാധനം ഉണ്ടെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റും. വായു. നമുക്ക് ഉള്ള സാധനം വായു. ആ മൂക്ക് മൂക്ക് മൂക്കുമായിട്ട് ബന്ധപ്പെട്ടു. ശ്വാസം. ശ്വാസം ഓക്സിജൻ ശ്വാസം എല്ലാം കറക്റ്റ് തന്നെയാണ്. ശ്വാസം. അപ്പോൾ എന്തായിരുന്നു പേര്? അശ്വതി. അശ്വതി. യെസ്. അപ്പോൾ ഇന്നത്തെ എൻജോയ്ഡിൻ്റെ പ്രോഗ്രാമിൻ്റെ വിജയ അശ്വതിയാണ്. അശ്വതിക്ക് VMTV ന്യൂസിൻ്റെ ക്രിസ്മസ് സ്പെഷ്യൽ ഗിഫ്റ്റ്. ഓക്കെ, താങ്ക്സ്. സന്തോഷമായ മോക്ക് അമ്മയ്ക്ക് ഗിഫ്റ്റ് കിട്ടിയപ്പോൾ? നേരത്തെ അമ്മയ്ക്ക് ഇതുപോലെ ഗിഫ്റ്റുള്ള കിട്ടിയിട്ടുണ്ട്? ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നതല്ലേ. ഓക്കെ, ഇതുപോലൊരു പ്രോഗ്രാമിൽ ആദ്യമായിട്ടാണ്. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? കൊള്ളാം. ഓക്കെ, ഒരു മടിയും കൂടാതെ വന്ന ടീമുകളാണ് നിങ്ങൾ. ഓക്കെ, അതിന് ഞാൻ അങ്ങോട്ട് താങ്ക്സ് പറയുന്നു. അപ്പോൾ ഇന്നത്തെ എൻജോയ്ഡിൻ്റെ പ്രോഗ്രാം എല്ലാവർക്കും ഇഷ്ടമായെന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരേക്കും ബൈ ബൈ പറയൂ. ബൈ ബൈ.